2002 വീരപ്പൻ എച്ച് നാഗപ്പ എന്ന കർണാടക മന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ അദ്ദേഹത്തിനെ രക്ഷിക്കാനായില്ല. 3 മാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജഡമാണ് STFന് കിട്ടിയത്. ഏതു വിധേനയും വീരപ്പനെ പിടിച്ചേ നോക്കൂ എന്ന് 3 സംസ്ഥാനങ്ങളും ഉറപ്പിച്ചെടുത്ത തീരുമാനത്തിന് കേന്ദ്ര സഹായവും കൂടെ കിട്ടി. അങ്ങനെ ഓപ്പറേഷൻ കുക്കൂൺ എന്ന സ്പെഷ്യൽ ഫോഴ്സിലൂടെ വീരപ്പനെ പിടിക്കാനായി ഒരു സംഘം എത്തുന്നു. ഇതിൽ തമിഴ്നാടിന്റെ ഭാഗത്തെ തലവൻ K വിജയകുമാറും കർണാടക ഫോഴ്സിന്റെ തലവൻ ജ്യോതി പ്രകാശ് മിർജിയുമാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്ന് കരുക്കൾ നീക്കി. വിജയകുമാർ തീരുമാനമെടുത്തത് പാണ്ടിലപ്പള്ളി ശ്രീനിവാസൻ നിർത്തിയ ഇടത്തു നിന്ന് തുടങ്ങാനാണ്. ടാറ്റിക്കലി മൂവ് ചെയ്ത അദ്ദേഹം പണ്ട് ശ്രീനിവാസൻ 80-ൽ നിന്നും 10-ലെത്തിച്ച വീരപ്പന്റെ കൂട്ടാളികളെ ഇനിയും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കരുക്കൾ നീക്കി. കൂടാതെ വേഷം മാറി STF കമാൻഡർമാർ വീരപ്പന്റെ വിശ്വസ്തർ എന്ന സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അങ്ങനെ 2004-ൽ വീരപ്പന്റെ കണ്ണിന് തിമിരം ബാധിച്ചു. ഒരു കണ്ണ് ഏകദേശം പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തി. കൂടാതെ മറ്റ് ശാരീരിക പ്രശ്നങ്ങളും വീരപ്പനെ തളർത്തി. വീരപ്പന്റെ കൂടെ വിശ്വസ്തരെന്ന വ്യാജേന കൂടിയ STF കമാൻഡർമാരായ 2 പേർ ഉണ്ടായിരുന്നു. അവർ ആ സമയം വേണ്ട രീതിയിൽ വിനിയോഗിച്ചു. അവർ വീരപ്പനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെടുമെന്ന്. സർജറി ചെയ്യണം, ചെറിയൊരു സർജറിയാണ്, പെട്ടെന്ന് കഴിയും എന്നൊക്കെ പറഞ്ഞ് വശത്താക്കി. വീരപ്പനെയും കൊണ്ടുപോയി. 2004 ഒക്ടോബർ 8-ന് ഒരു ആംബുലൻസിലാണ് അവർ പോയിരുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ ധർമ്മപുരി ജില്ലയിലെ പാപ്പരപ്പെട്ടി എന്ന സ്ഥലത്ത് വെച്ച് ഒരു കരിമ്പ് ലോറി നിർത്തിയിട്ടേക്കുന്നത് കണ്ടു. ആംബുലൻസ് നിർത്തിയ പാടെ 4 ഭാഗത്തു നിന്നും പോലീസ് വളയുന്നു. പിന്നെ ഭീകരാന്തരീക്ഷമായിരുന്നു, വെടിയൊച്ചകൾ മാത്രം. 20 മിനിറ്റിന് ശേഷം 100 കോടി ചെലവഴിച്ച വീരപ്പൻ വേട്ടയ്ക്ക് പരിസമാപ്തിയായി. വീരപ്പൻ വെടികൊണ്ട് മരിച്ചിരിക്കുന്നു. എന്നാൽ അതിനുശേഷം ഒരുപാട് അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. വീരപ്പനെ 2 ദിവസം മുന്നേ കസ്റ്റഡിയിൽ കിട്ടിയെന്നും ചോദ്യം ചെയ്തതിനു ശേഷം കൊന്നിട്ട് ഒരു ഫേക്ക് എൻകൗണ്ടർ നടത്തിയതാണെന്നും പറയപ്പെടുന്നു. വീരപ്പൻ സമ്പാദിച്ച കോടിക്കണക്കിന് പണം എവിടെയെന്നോ അയാളെ സഹായിച്ചിരുന്ന പ്രമുഖർ ആരെന്നോ ഇന്നുവരെ പുറത്തു വന്നിട്ടില്ല. തനിക്ക് കിട്ടിയ കള്ളപ്പണത്തിന്റെ നല്ലൊരു ശതമാനം ഗോപിനാഥം വാസികൾക്ക് വീരപ്പൻ നൽകിയിരുന്നതിന്റെ നന്ദിയായിട്ടാണ് ഇന്നും വീരപ്പനെ ദൈവതുല്യനായി അവിടുള്ള ഒരുപറ്റം ആളുകൾ കാണുന്നത് എന്നും പറയുന്നു. അങ്ങനെ വീരപ്പന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോസ് നിങ്ങളിലേക്ക് ഈ രൂപത്തിലെത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും തരാൻ മടിക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയുമായി ഉടൻ വരാം. ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.